ഈ മഴക്കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ തുണി ഉണക്കലാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തുണി ഉണക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 10 പൈസ ചിലവില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അയ കെട്ടാൻ സ്ഥലമില്ലാത്ത ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മഴ കണ്ട് ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് തുണി ഉണക്കുന്നതിനായിട്ട് ഇനി സ്ഥലവും വേണ്ട, അതേപോലെ തന്നെ വെയിലും വേണ്ട. അപ്പോൾ എങ്ങനെയാണ് നമ്മളിനി തുണി ഉണക്കാൻ പോകുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു വലിപ്പത്തിലുള്ള ഒരു മൂടിയാണ്. അപ്പോൾ ഞാനൊരു പെയിൻറ്റ് ബക്കറ്റിൻ്റെ മൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2-3 വളകളാണ്. ഇനി നമുക്ക് ഈ മൂടിയിൽ കുറച്ച് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്കെച്ചോ മാർക്കറോ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് 4 സൈഡിലും നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതേ 4 സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടിയിൽ മുഴുവനായിട്ടും ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 1 അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ഗ്യാപ്പിൽ ഇതേപോലെ നിറയെ നമുക്കൊന്ന് പോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ മൂടിയിൽ ഫുള്ളായിട്ട് നമ്മൾ പോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കമ്പി ചൂടാക്കിയതിന് ശേഷം ഇതിനകത്ത് ഹോൾസ് ഇട്ട് കൊടുക്കാം. എല്ലാവരുടെ കയ്യിലും പപ്പടം കുത്തുന്ന കോലുണ്ടാവുമല്ലോ, ആ കോലൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഹോൾസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഹോൾസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഹോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോട്ടൺ ത്രെഡാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള കോട്ടൺ ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡിന് നല്ല ബലമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കെട്ടി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലത് കോട്ടൺ ത്രെഡ് തന്നെയാണ്. അപ്പോൾ നല്ല ബലമുള്ള കോട്ടൺ ത്രെഡ് ഞാൻ കുറച്ച് പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു നീളത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്ന് നല്ല ബലത്തിൽ കിട്ടാനായിട്ട് ഞാൻ 2 മടക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ എടുക്കുന്ന നൂലുകൾക്ക് ഒരേ നീളം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള കുറച്ച് നൂലുകൾ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഈ മൂടിയിലേക്ക് ഒന്ന് കോർത്തെടുക്കാം. മൂടിയുടെ താഴെ ഭാഗത്തുകൂടെ നൂല് കോർത്തെടുക്കാം. എന്നിട്ട് ആ ഹോളിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോളിലേക്ക് നമുക്ക് ഇതേപോലെ വീണ്ടും കോർത്ത് കൊടുത്തതിന് ശേഷം താഴെ ഈ 2 അറ്റം കൂടി നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കടുങ്കെട്ടായിട്ടാണ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. കോട്ടൺ ത്രെഡ് ആയതുകൊണ്ട് ഒട്ടും തന്നെ അഴിഞ്ഞു പോവില്ല. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഹോളിലൂടെയും കോർത്തെടുക്കാം. നമ്മൾ തൊട്ടടുത്തടുത്തായിട്ടാണ് ഹോൾസ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ കെട്ട് താഴെയാണ് വന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് താഴെ ഭാഗത്ത് നിന്ന് കോർത്തെടുത്തിട്ട് ഇതേപോലെ തൊട്ടടുത്ത ഹോളിലൂടെ കോർത്ത് താഴത്തേക്ക് വലിക്കുമ്പോൾ നമുക്ക് ആ 2ാമത്തെ കെട്ടും കൂടി ഇതേപോലെ താഴെയായിട്ട് കെട്ടാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഹോൾസിലൂടെയും നമ്മൾ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നൂല് നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നത് താഴെ ഭാഗത്താണ്. നോക്കിക്കേ, ഈ മൂടിയുടെ താഴെ ഭാഗത്തായിട്ടാണ് കെട്ടുകൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കെട്ടിയതിന് ശേഷം നീണ്ടു നിൽക്കുന്ന ഈ നൂലുകളുണ്ടല്ലോ, ഈ നൂലുകൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഈ നൂലുകൾ കെട്ടിയതിന് ശേഷം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒട്ടും തന്നെ നീണ്ടു നിന്ന് വൃത്തികേടൊന്നും തോന്നില്ല. ഇനി നമുക്ക് വേണ്ടത് കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ നൂലാണ്, അല്ലെങ്കിൽ കയറെടുക്കാം. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ എടുക്കുന്ന നൂല് ഒരേ അളവിലുള്ളതായിരിക്കണം. ഏകദേശം 1 മീറ്ററൊക്കെ നീളത്തിലുള്ള 2 നൂലുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മൂടിയുടെ നേരെ മുകളിലുള്ള ഹോളിലൂടെ ഈ നൂലൊന്ന് കയറ്റിയെടുക്കാം. ഇതേപോലെ താഴെ ഭാഗത്തു നിന്ന് ഒന്ന് കയറ്റി കൊടുക്കാം. ഈ നൂലിൻ്റെ മറ്റേ അറ്റം നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹോളിലൂടെ നമുക്ക് ഇതേപോലെ കയറ്റിയെടുക്കാം. താഴെ നിന്ന് കയറ്റിയെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ മൂടിയിൽ മാർക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ആദ്യം 4 സൈഡിലും മാർക്ക് ചെയ്തിരുന്നു. ആ ഒരു പോയിന്റിലൂടെയാണ് നമ്മളിപ്പോൾ നൂല് കോർത്തെടുക്കുന്നത്. അപ്പോൾ ഒരു നൂല് നമ്മൾ കോർത്തെടുത്തു. ഇതേപോലെ തന്നെ അടുത്തതും കൂടി നമുക്ക് കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 നൂലിൻ്റെ അറ്റവും കൂടി നമുക്കൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം. അപ്പോഴാണത് കറക്റ്റ് ത്രാസ് പോലെ നിൽക്കുള്ളൂ. ചെരിയാതെ കറക്റ്റായിട്ട് നിൽക്കുന്നതിനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതിനായിട്ട് നമുക്കൊന്ന് 2 പ്രാവശ്യം കെട്ടിക്കൊടുക്കാം. ഈ മൂടി ഒട്ടും തന്നെ ചെരിഞ്ഞു പോകാതിരിക്കുന്നതിനായിട്ട് ഇതേപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഈ നൂലുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്തായി നമുക്ക് ഒന്നും കൂടി ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ചെരിയാതെ കറക്റ്റായിട്ട് ഒരു ത്രാസ് പോലെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വളയാണ്. അപ്പോൾ നമുക്കിനി വള എടുക്കാം. നല്ല കട്ടിയുള്ള കമ്പി വളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 വള എടുത്തിട്ടുണ്ട്. ഇനി ഈ വള നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ പ്ലെയർ ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വളയുടെ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് വളച്ചു കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഭാഗം വളച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ എസ് ഷേപ്പിലായി വരും. ഇനി നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് തന്നെ നല്ല ഒരു കുളത്തിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇതേ നല്ല ഒരു എസ് ഷേപ്പിലുള്ള കുളത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വള കൂടി ഇതേപോലെ തന്നെ കുളത്താക്കി എടുക്കാം. 2 കുളത്ത് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് 2 കുളത്തും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കെട്ടി റെഡിയാക്കി വെച്ച ഒരു പ്ലാസ്റ്റിക് ത്രെഡിനുള്ളിലേക്ക് ഈ കുളത്തൊന്ന് കയറ്റിയെടുക്കാം. നല്ല ബലം കിട്ടുന്നതിനായിട്ട് നമ്മൾ 2 കുളത്തും കയറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് തുണികൾ ഇട്ട് കൊടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതേ കുറച്ച് നനഞ്ഞ തുണികൾ ഞാൻ എടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കി എടുത്തതാണ്, എന്നാലും നല്ലപോലെ നനവുണ്ട്. അപ്പോൾ ഈ തുണികൾ നമുക്ക് ഇതേപോലെ ഹാങ്കറിൽ ഇട്ട് കൊടുക്കണം. ഹാങ്കറിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ മൂടിയുടെ താഴെയുള്ള കുളത്തുണ്ടല്ലോ, ആ കുളത്തിലേക്ക് ഇതേപോലെ ഓരോ ഹാങ്കറും കൊളത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ, ഞാൻ ഒരുപാട് തുണികൾ ഈ ഒരു മൂടിയിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ചുരിദാറും നൈറ്റിയും അതേപോലെ തന്നെ ഷർട്ടും എല്ലാം ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഡ്രസ്സ് നമുക്ക് ഈ കുറഞ്ഞ സ്ഥലത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മൂടി നമുക്ക് ഫാൻ്റെ അടിയിലൊക്കെ നമുക്ക് റൂമിലൊക്കെ വച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഫാൻ കറങ്ങുമ്പോൾ ഈ മൂടി റൊട്ടേറ്റ് ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. പിന്നെ നമുക്ക് ജനലിൻ്റെ സൈഡിൽ കെട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനൽ തുറന്നിടുമ്പോൾ കാറ്റ് കയറുകയും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊരു വെയിലുണ്ടാവുമല്ലോ, ആ സമയത്തും വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ റൂമിലോ അല്ലെങ്കിൽ നമുക്ക് ഏത് ഭാഗത്തായാലും ഇത് തൂക്കിയിടാവുന്നതാണ്. അയ കെട്ടാനൊക്കെ സ്ഥലമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ തുണികൾ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് പെട്ടെന്നൊരു വെയിലൊക്കെ വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സ്റ്റാൻഡേപ്പാടെ തന്നെ നമുക്ക് മുറ്റത്ത് കൊണ്ടുപോയി ഇടാം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മഴയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓരോ തുണികളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ഈ ഒരു സ്റ്റാൻഡോട് കൂടി അകത്ത് കൊണ്ടുവന്ന് ഹാങ് ചെയ്തിടാം. അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അയ കെട്ടാൻ സ്ഥലമില്ലാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.